എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 73-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 73. അമൂതേ വക്ഷോജാവ അമൃതരസമാണിക്യകുതുകൗ ന സന്ദേഹസ്പന്ദോ നഗപതി പതാകേ മനസിന പിബന്ധൗ തൗ യസ്മാദഭിദിതവധൂ സംഗരസികൗ കുമാരാവദ്യാപി ദുരതവദന ക്രൗഞ്ചദലനൗ. ഒന്നുകൂടെ പറയാം. അമൂതേ വക്ഷോജൗ അമൃതരസമാണിക്യകുതുപൗ ന സന്ദേഹസ്പന്ദ നഗപതി പതാകേ മനസി ന പിബന്ധൗ തൗ യസ്മാൽ അവിദിത വധൂസംഗ രസികൗ കുമാരൗ അദ്യാപി ദ്വിരതവദന ക്രൗഞ്ച ദലനൗ. അല്ലയോ പർവ്വതരാജ വൈജയന്തികേ എന്ന് പറഞ്ഞാൽ പർവ്വതരാജൻ്റെ കുലത്തിലെ മാണിക്യമേ. അല്ലയോ പർവ്വതരാജ വൈയന്തികേ വിജയിച്ചവളെ എന്നുള്ളതാണ്. വിജയക്കൊടി പാറിച്ചവളെ എന്നാണ്. വിജയക്കൊടി പാറിച്ചവളെ എന്ന് വെച്ചാൽ വിജയക്കൊടി പാറിച്ചവളാണ് ദേവി. പർവ്വതരാജ വൈജയന്തികേ, പർവ്വതരാജൻ്റെ വിജയപതാക ഉയർത്തിയവൾ. അല്ലയോ പർവ്വതരാജ വൈജയന്തികേ, നിന്തിരുവടിയിലെ 2 വക്ഷോജങ്ങൾ അമൃതരസം നിറയ്ക്കപ്പെട്ട മാണിക്യത്തോൽക്കുടങ്ങളാകുന്നു. അപ്പം ദേവിയുടെ 2 സ്തനങ്ങളെന്ന് പറയുന്നത് അമൃതരസം നിറയ്ക്കപ്പെട്ട മാണിക്യത്തോൽക്കുടങ്ങളാണ്, മാണിക്യം പതിപ്പിച്ച തോൽക്കുടങ്ങളാണ് എന്നുള്ളതിന് ഞങ്ങളുടെ മനസ്സിൽ ലേശം പോലും സംശയമില്ല. ഇത് വർണ്ണിക്കുന്ന കവികളുടെ മനസ്സിൽ, ആചാര്യൻ്റെ മനസ്സിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടെന്നാൽ അവയെ പാനം ചെയ്യുന്ന ഗജമുഖനും ഷൺമുഖനും ഇന്നും സ്ത്രീ സംഗരസത്തെ അറിയാത്ത കുമാരന്മാരായി തന്നെ ഇരിക്കുന്നു. അവിടെ അമൃതമാണ് അവരുടെ അമ്മയിൽ നിന്ന്, അവരുടെ മാതാവിൽ നിന്നും അവർ പാനം ചെയ്ത അമൃതരസമാകുന്ന ആ സ്തന്യം, ദേവിയുടെ സ്തന്യം കുടിച്ച അവർ ഇപ്പോഴും കുമാരന്മാരാണ്. ആര്? ഗജമുഖനും ഷൺമുഖനും. കാരണം അമൃതം പാനം ചെയ്യുമ്പോഴാണ് നിത്യ യൗവനത്തിൽ നിൽക്കുന്നത്. അവർ ഇപ്പോഴും കുമാരന്മാരാണ്. അവർക്ക് എന്തില്ല, അവരുടെ മനസ്സിൽ ലേശം പോലും എന്തില്ല, അവരുടെ മനസ്സിൽ എന്തില്ല, അവരെ സ്ത്രീ സംഘത്തെ അറിയാത്ത കുമാരന്മാരാണ് ഗണപതിയും ഷൺമുഖനും സുബ്രഹ്മണ്യനും. അല്ലയോ ദേവി, നിന്തിരുവടിയുടെ ഈ വക്ഷോജങ്ങൾ സ്തനങ്ങളല്ല, അത് അമൃതം നിറച്ച 2 മാണിക്യ കുംഭങ്ങളാകുന്നു. അതിന് യാതൊരു സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ ഇവയെ പാനം ചെയ്യുന്ന ഗജമുഖനും ഷൺമുഖനുമൊക്കെ അവസ്ഥാന്തരത്തെ പ്രാപിച്ച സ്ത്രീ സംഗരസത്തെ അറിയാതെ എന്നും ഒരേ നിലയിൽ ശിശുക്കളായി തന്നെ ഇരിക്കുന്നതിന് കാരണം ഈ സ്തന്യപാനമാകുന്നു. അപ്പോൾ ദേവിയുടെ അമ്മയുടെ മഹാദേവിയുടെ ഈ ദേവിയുടെ തങ്ങളുടെ അമ്മയുടെ സ്തന്യം കുടിച്ചതിനാലാണ് ഇപ്പോഴും അവർ ശിശുക്കളായി തന്നെ ഇരിക്കുന്നതിന് കാരണം ഈ സ്തന്യപാനമാകുന്നു. അതിനാൽ സ്തന്യം അമൃതവും സ്തനം അമൃതം നിറഞ്ഞ രത്നകുംഭവുമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അമൃതത്തിനല്ലാതെ സ്തന്യത്തിന് യൗവനാദ്യ അവസ്ഥാന്തര പ്രാപ്തിയെ ഇല്ലാതെയാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദേവിയുടെ സ്തന്യം എന്ന് പറയുന്നത് അമൃതം തന്നെയാകുന്നു. അപ്പം ഇവിടെ നിന്തിരുവടി, അപ്പം ദേവിയെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലയോ പർവ്വതരാജ വൈജയന്തികേ, പർവ്വതരാജാവിൻ്റെ പതാകയെ ഉയർത്തുന്ന വിജയശ്രീയെ എന്നാണ്. വിജയശ്രീ ലാളിതയായ പർവ്വത രാജപുത്രിയെ എന്നാണ് പറയുന്നത്. നിന്തിരുവടിയുടെ ഈ 2 പറഞ്ഞു. എന്താണ്? ദേവിയുടെ സ്തനങ്ങളെയാണ് വർണ്ണിക്കുന്നത്. ദേവിയുടെ ഈ 2 സ്തനങ്ങൾ അമൃതരസം നിറയ്ക്കപ്പെട്ട മാണിക്യ തോൽക്കുടങ്ങളാണ്. ഈ മാണിക്യ തോൽക്കുടമായിരുന്ന മാണിക്യം പതിച്ചത് കൊണ്ട്, അപ്പം ഈ തോൽക്കുടങ്ങളിൽ എന്തോ പതിച്ചിട്ടുണ്ട്? മാണിക്യം പതിച്ചിട്ടുണ്ട്. അങ്ങനെ ദേവിയുടെ സ്തന്യമാകുന്ന മുലപ്പാലാകുന്ന അമൃതരസം നിറയ്ക്കപ്പെട്ട മാണിക്യ തോൽക്കുടങ്ങളാകുന്നു എന്ത്? ദേവിയുടെ 2 വക്ഷോജങ്ങൾ, 2 സ്തനങ്ങൾ എന്നുള്ളതിന് ഞങ്ങളുടെ മനസ്സിൽ ലേശം പോലും സംശയമില്ല.
ഇത് എഴുതുന്ന ആചാര്യന്മാരുടെ മനസ്സിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടെന്നാൽ അവയെ പാനം ചെയ്യുന്ന ഗജമുഖനും ഷൺമുഖനും ഇന്നും സ്ത്രീ സംഘരസത്തെ അറിയാത്ത കുമാരന്മാരായി തന്നെ ഇരിക്കുന്നു. ഒന്നുകൂടെ പറയുകയാണ്, അല്ലയോ ദേവി, നിൻ തിരുവടിയുടെ ദേവിയുടെ ഈ വക്ഷോജങ്ങൾ സ്തനങ്ങളല്ല, അത് അമൃതം നിറച്ച 2 മാണിക്യകുംഭങ്ങളാകുന്നു. അതിന് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇവയെ പാനം ചെയ്യുന്ന ഈ സ്തന്യത്തെ പാനം ചെയ്യുന്ന ഗജമുഖനും ഷൺമുഖനും അവസ്ഥാന്തരത്തെ പ്രാപിച്ച അല്ലെങ്കിൽ സ്ത്രീ സംഘരസത്തെ അറിയാതെ എന്നും ഒരേ നിലയിൽ ശിശുക്കളായി തന്നെ ഇരിക്കുന്നു. അതിന് കാരണം ഈ സ്തന്യപാനമാകുന്നു. അതിനാൽ സ്തന്യം അമൃതവും സ്തനം അമൃതം നിറഞ്ഞ രത്നകുംഭങ്ങളുമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അമൃതത്തിനല്ലാതെ നിത്യ യൗവനാവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ദേവിയുടെ സ്തന്യം എന്ന് പറയുന്നത് അമൃതം തന്നെ ആകുന്നു. അമൂതേ വക്ഷോജൗ അമൃതരസമാണിക്യ കുതുബൗ ന സന്ദേഹസ്പന്ദനഗപതി പതാകേ മനസ്സിന പിബന്ധൗ തൗ യസ്മാൽ അഭിവിധവധൂ സങ്കരസികൗ കുമാരൗ അദ്യാപി ദുരതവദന ക്രൗഞ്ചദലനൗ. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.